മഷ്റൂം, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, ഒരു 2 ഏലക്കായി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പെരുംജീരകം എല്ലാം കൂടി അരയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ച പേസ്റ്റ് അരച്ചെടുക്കണം. ഒരു 10 ചെറിയ ഉള്ളി അതും ഒന്ന് അരച്ച് പേസ്റ്റാക്കാം. കുറച്ച് വെള്ളത്തിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളത്തിൽ മഷ്റൂം ഇടുക. 5 മിനിറ്റ് അങ്ങനെ തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഓയിൽ ഒഴിച്ചിട്ട് കൂടെ കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുക. ചൂടായിട്ട് 2 വഴനയില, 2 ഏലക്കായി, ഗ്രാമ്പ്, പട്ട, കുറച്ച് പുതിനയില, എന്നിട്ട് അരി വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, 2 പച്ചമുളക്, 4 സവാള. 1/2 കിലോ അരിയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ, ജീരക ചമ്പ അരിയിൽ. നമുക്ക് ഉള്ളി വേഗം ഇതായി വഴന്ന് വരുന്നല്ലോ, അതിലേക്ക് കുറച്ച് പൊടിയിട്ട് ചേർക്കണം. പൊടിയിട്ട് ചേർത്ത് നല്ല ഇതായി വഴറ്റിയിട്ട് വേഗം ഉള്ളി ഇതായി വരും. സവാള വേണ്ട ഈ ലെവലിലായപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി പേസ്റ്റ് വെച്ചിരുന്നല്ലോ അരച്ചിട്ട്, അത് കൂടെ ചേർത്ത് ഇളക്കുക. കണ്ടോ വഴന്ന് വന്നു. അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി അങ്ങ് പേസ്റ്റ് ഉണ്ടല്ലോ, അത് കൂടെ ചേർക്കും. ഇളക്കുക, നല്ല ഇളക്കിയിട്ടേ ഇരിക്കുക. അത് കുറച്ച് നല്ല കളർ മാറി വരട്ടെ. കളി അരിഞ്ഞത് ഇത് നല്ല ഇളക്കുക, നല്ല ഇളക്കിയിട്ടേ ഇരിക്കുക. ഉണ്ടാവും സ്പൂണ് വേണ്ട, ഒരു ചെറിയ സ്പൂണ് കറി പൗഡർ, കറി മസാല കൂടെ എരിവിടിക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി, ഒരു ചെറിയ സ്പൂണ് മുളക് പൊടിയും ഇട്ട് നല്ല ഇളക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മഷ്റൂം. മല്ലിത്തല, ഇതിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നല്ല ഇളക്കുക. ഒരു 5 മിനിറ്റ് നല്ല ഇളക്കുക. മഷ്റൂം ഒരു 5 മിനിറ്റ് ആകുന്നതിലേക്ക് നമുക്ക് വേഗം അരി കഴുകിയിട്ട് കുതിരാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ് കുതിർന്നാൽ മതി. ഗ്രേവിയൊക്കെ അതിൽ പിടിച്ച് കുറച്ച് മല്ലിത്തല നമ്മൾ വെച്ച് കൊടുക്കാം. ശരിക്കും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ മഷ്റൂം വെള്ളം ഒത്തിരി വെള്ളം ഒഴിച്ച് അതിനെ ഒഴിച്ച് കൊടുത്താൽ മതി. മഷ്റൂം ഏകദേശം ഇതായി വെന്ത് കഴിഞ്ഞു. നമുക്ക് കുതിരാൻ വെച്ച അരി വെച്ചു. നമുക്കിതിൽ കണ്ട അരമുറി നാരങ്ങ നീരാണിത്. അത് അരിയെല്ലാം ചോറ് കണ്ടോ ഒട്ടി പിടിക്കാതിരിക്കാനാണ്. നമുക്ക് ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. നമുക്ക് കുക്കർ കണ്ടോ മൂടിയാണ്ട് വെക്കുക. മൂടിയാണ്ട് വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ വേകട്ടെ. 1 വിസിൽ മാത്രം തന്നെ വരണം. കൂടുതൽ വന്നാൽ അത് വെന്ത് ആകെ ഇതായി പോകും. നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി. മഷ്റൂം ബിരിയാണി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിക്കാൻ, അത് കട്ടിയായ നെയ്യാണ്. തണുപ്പ് കാലമല്ലേ, കുറച്ചാണ്ട് ഉരുക്കോട്ടെ.